ഇന്ന് തക്കാളി സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തക്കാളി സോസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തക്കാളി സോസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ 1 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി ഇനി കട്ട് ചെയ്യണം. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. അല്ലേ, ഈ ഒരു സൈഡ്, ഈ ഞെട്ടിയുടെ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഒരു 2-3 പീസ് ആക്കിയിട്ട് ഒരു തക്കാളി കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇതുപോലെ ഈ തക്കാളിയൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തക്കാളി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അധികം ഓവറാവാൻ പാടില്ല വെള്ളം ഒഴിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി, കുരുമുളക്, കറുകാപ്പട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ വെളുത്തുള്ളി, കുരുമുളക്, കറുകാപ്പട്ടയൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി തക്കാളി നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് ചൂടാറാൻ വെക്കണം. നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടാണ്ട് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇനി ഒന്ന് കുറുക്കിയെടുക്കണം അടുപ്പത്ത് വെച്ച്. ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ കുറച്ച് മുളക് പൊടി, പഞ്ചസാര, ഞാൻ 1 കിലോ തക്കാളിയാണല്ലോ എടുത്തത്, അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. പിന്നെ വിനാഗിരി തക്കാളിയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 3 ചേരുവകളും ചേർത്തിട്ട് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, തക്കാളി സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തക്കാളി സോസ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടല്ലോ. തക്കാളിയൊക്കെ വില കുറഞ്ഞ് കിട്ടുന്നൊക്കെ ടൈമിൽ ഇതുപോലെ 1 കിലോനോ അല്ലെങ്കിൽ 2 കിലോനൊക്കെ തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ തക്കാളി സോസൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. കാരണം ഇപ്പോൾ എന്ത് സാധനത്തിക്കും, അതായത് ഇപ്പോൾ ഒരു ബർഗർ കഴിക്കുകയാണെങ്കിലും പപ്സ് കഴിക്കുകയാണെങ്കിലും ഒരു ബ്രെഡ് കഴിക്കുകയാണെങ്കിലും ഒക്കെ തക്കാളി സോസാണ് എല്ലാവരും പൊതുവെ കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ 20 രൂപയുടെയും 50 രൂപയുടെയും 100 രൂപയുടെയൊക്കെ തക്കാളി സോസിൻ്റെ കുപ്പി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ തക്കാളി സോസൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം.
ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. സംഭവം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തക്കാളിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഈ ഉണ്ടാക്കിയ തക്കാളി സോസ് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാൻ പോവാണ്. ഇന്നത്തെ തക്കാളി സോസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.